ഇമോഷണൽ ഈ സിനിമ എനിക്ക് കണക്ട് ആയിട്ടില്ല. അതായത് ഇത് എൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാനും കൂടി ഇൻക്ലൂഡഡ് ആവുന്ന ഒരു പ്രശ്നമാണെന്ന് നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ഈ സാധനം നമുക്ക് കിട്ടുന്നില്ല. അതിന് കാരണം ഇതൊരു ബിഗിനിങ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ മിന്നൽ മുരളി പറയുകയാണെങ്കിൽ മിന്നൽ മുരളിയിൽ നമുക്ക് അതേ രണ്ട് ശക്തി ഒരേപോലെ കിട്ടിയതാണ് രണ്ടുപേർക്കും. പക്ഷെ അതിനകത്ത് നെഗറ്റീവ് ശക്തി ചെയ്ത ആളോട് നമുക്ക് എന്തോ ഒരു ദേഷ്യം വരുന്നുണ്ട് എവിടെയൊക്കെയോ, പുള്ളീൻ്റെ എന്തൊക്കെ ചേഷ്ടകളും. കാരണം അത്രയും ആ സിനിമ ഇമോഷണലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് വില്ലന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലാനും പിടിക്കാനും നമുക്ക് കൊല്ലുമ്പോഴാണെങ്കിലും തല്ലുമ്പോഴാണെങ്കിലും ഒന്നും പ്രത്യേകിച്ച് അയാളെ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ചാപ്റ്റേഴ്സിലും സെക്കൻഡ് പാർട്ടിലൊക്കെ ഇതേ വില്ലൻ തന്നെ വീണ്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആവുമായിരിക്കും. ഈ സിനിമ ചിലപ്പോൾ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ ക്യാരക്ടേഴ്സിനെയും ഈ സൂപ്പർ ഹീറോസിനെയും ഒക്കെ ജസ്റ്റ് പരിചയപ്പെടുത്തി ഒരു സീരീസിന്റെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടിങ് പോലെ ആയിരിക്കാം ഇവർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്.